ഇപ്പോൾ ഡോക്ടർ രാകേഷ് ആർ ഫോറൻസിക് സർജനാണ്, അദ്ദേഹമുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ രാകേഷ്, ഇതിപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഉള്ളൊരു തിരച്ചിലാണ്. അത് എത്രത്തോളം ഒരു വെല്ലുവിളി നിറഞ്ഞതാണ്? കാരണം ഇന്നിപ്പോൾ തിരച്ചിലിൽ കഴിഞ്ഞ 3 ദിവസമായി തുടരുന്നൊരു തിരച്ചിലാണ്. അതിൽ ഇന്നാണ് ഇപ്പോൾ ഒരു ഭാഗത്തു നിന്നെങ്കിലും ഒരു അസ്ഥി ലഭിച്ചിരിക്കുന്നത്. ഇതിനി ആരുടെ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വരും സമയങ്ങൾ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും അത് എത്രത്തോളം ഒരു നിർണായകമാണ്, അല്ലെങ്കിൽ അത് എത്രത്തോളം ഒരു വെല്ലുവിളി നിറഞ്ഞതാണ്? കാരണം ഇത്രയും ഒരു വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഇത് അന്വേഷിക്കുന്നത്. അത്തരത്തിൽ എത്രത്തോളം ഇത് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. നമസ്കാരം. വളരെ വർഷങ്ങൾക്ക് ശേഷം ഈ ലഭിക്കുന്ന അസ്ഥികൂടത്തെ സംബന്ധിച്ച് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള തെളിവുകൾ തന്നെ കുറവാണെന്ന് ഒരർത്ഥത്തിൽ പറയാം. കാരണം ഒരു മൃതദേഹം മറവ് ചെയ്ത് ഉടനെ അല്ലെങ്കിൽ മറവ് ചെയ്യുന്നതിന് മുന്നേ പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കോ അല്ലെങ്കിൽ ഫോറൻസിക് പരിശോധനയ്ക്കോ വിധേയമാക്കുന്ന അത്രയും തെളിവുകൾ വളരെ വർഷത്തിന് ശേഷം എക്സ്യൂം ചെയ്ത് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഡിഗ് ഔട്ട് ചെയ്ത് കിട്ടുമ്പോഴോ തെളിവുകൾ കിട്ടുന്നത് പരിമിതമായിരിക്കും. എന്നിരുന്നാൽ തന്നെയും നമുക്ക് ഈ അസ്ഥികൂടത്തിൽ ഇപ്പൊ കിട്ടിയ അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങളാണെങ്കിൽ പോലും അവയിൽ നിന്ന് അവയുടെ കാലപ്പഴക്കത്തെ സംബന്ധിച്ചൊരു സൂചന നമുക്ക് കിട്ടും. ഈ മരിച്ചയാളുടെ ലിംഗം ആണോ പെണ്ണോ എന്നുള്ളത് സംബന്ധിച്ചുള്ള സൂചന കിട്ടും. അതുപോലെ തന്നെ ഈ എത്ര പൊക്കമുള്ള ആള് എന്നതിനെ സംബന്ധിച്ചുള്ള സൂചന കിട്ടും. എന്നാൽ അതുപോലെ തന്നെ തുടയല് പോലെയുള്ള അസ്ഥികളാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് DNA വളരെ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ പോലും കിട്ടാവുന്നതാണ്. DNA കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ സംശയമുള്ള ആളുകളുടെ ബന്ധുക്കളുടെ DNA മാച്ച് ചെയ്ത് നോക്കി ആളെ തിരിച്ചറിയുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ എല്ലുകൾക്ക് ഏറ്റ പരിക്ക് ഉണ്ടെങ്കിൽ ആ പരിക്കുകൾ കണ്ടെത്താൻ സാധിക്കും. എല്ലുകളിൽ അടിയുന്ന വിഷാംശം കണ്ടെത്താൻ സാധിക്കും. ഇത്തരത്തിലുള്ള ധാരാളം സാധ്യതകൾ അന്വേഷണത്തിന് ഫോറൻസിക് മെഡിസിനുമായിട്ടും മറ്റ് ഫോറൻസിക് വൈദഗ്ധ്യം ഉപയോഗിച്ചുകൊണ്ടും സയൻസിന്റെ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും കണ്ടെത്തുന്നതിനുള്ള വലിയ സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് ഈ പറയുന്ന ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ബോഡിയിൽ കിട്ടുന്നത് പോലെയല്ല ഒരു പഴയ അസ്ഥികൂടത്തിൽ നമുക്ക് കിട്ടുന്നത്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും ഈ ഫോറൻസിക് ആസ്പെക്റ്റിൽ നിന്ന് നോക്കുമ്പോൾ. ഇതിപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ വെല്ലുവിളി നിറഞ്ഞ കാര്യം തന്നെയാണ്. കാരണം ഇത്രയും വർഷമായോ എന്നുള്ളൊരു പ്രശ്നം കൊണ്ട് തന്നെ ഇത് DNA ഒക്കെ കൃത്യമായി തന്നെ നമുക്ക് എടുക്കാൻ കഴിയുമോ? കാരണം ഇത് ആരുടെ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ എന്തെങ്കിലും ഒരു കുറച്ചുകൂടി എളുപ്പമാകാൻ സാധ്യതയുണ്ടോ? DNA നമുക്ക് എല്ലാ ബോണിൽ നിന്നും DNA എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കണമെന്നില്ല. നമുക്ക് ആ DNA കൃത്യമായി എടുക്കാൻ കിട്ടുകയാണെങ്കിൽ മാത്രം ഇപ്പം തുടയല് പോലെയുള്ള ബോൺ മാരോ ഒക്കെ ഉണ്ടായിരുന്ന തരത്തിലുള്ള എല്ലുകളിൽ നിന്ന് മാത്രമേ നമുക്ക് ഇത് കിട്ടുകയുള്ളൂ. അഡിക്വേറ്റ് ക്വാണ്ടിറ്റി കിട്ടുക എന്നുള്ളതും കൂടെ ഒരു കാര്യമാണ്. അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ളൊരു സാധ്യത ശാസ്ത്രീയമായ ഒരു മാർഗത്തിൽ അവിടെ കിടക്കുന്നുണ്ട്. DNA എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഇത് നമുക്ക് എപ്പോഴും പ്രത്യേകിച്ചും ഈ 2005 മുമ്പുള്ള അല്ലെങ്കിൽ 20 വർഷത്തിന് മുമ്പുള്ളതാകുമ്പോൾ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. DNA കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുന്നതും അല്ല താനും. ശരി, വളരെ നന്ദി ഡോക്ടർ രാകേഷ് പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.